കുക്രിയിലേക്ക് സ്വാഗതം. നെതർലൻഡ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായിരുന്ന റൂഡ് വാൻ നിസ്റ്റൽറൂയിയെക്കുറിച്ചാണ് ഈ വീഡിയോ. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു നിസ്റ്റൽറൂയി. ഗോളടിക്കാനുള്ള അയാളുടെ മികവ് ആരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു. ഗോൾ പോസ്റ്റിന് മുന്നിൽ വെച്ച് ഒരിക്കലും പിഴയ്ക്കാത്ത നിസ്റ്റൽറൂയി ഒരു കാലത്ത് സ്ഥിരം കാഴ്ചയായിരുന്നു. പലപ്പോഴും അയാൾ നെതർലൻഡ്സിൻ്റെ ഏക സ്ട്രൈക്കറായാണ് കളിച്ചിരുന്നത് എന്നത് തന്നെ ഗോളടിക്കാനുള്ള അയാളുടെ കഴിവിൽ ടീം എത്രത്തോളം വിശ്വാസമർപ്പിച്ചിരുന്നു എന്നതിന് തെളിവാണ്. ഫുട്ബോളിലെ ക്ലിനിക്കൽ ഫിനിഷിങ്ങിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായിരുന്നു റൂഡ് വാൻ നിസ്റ്റൽറൂയി. ഗോൾ പോസ്റ്റിന് മുന്നിൽ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് ഏത് ആംഗിളിൽ നിന്നും ശക്തമായ ഷോട്ട് ഉതിർക്കാനും അത് ഗോളാക്കാനും നിസ്റ്റൽറൂയിക്ക് കഴിയുമായിരുന്നു. ഇരുകാലുകൾ കൊണ്ടും തല കൊണ്ടും ഒരുപോലെ ഗോളടിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ തലമുറയിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ അയാളും ഉൾപ്പെട്ടത്. അതിവേഗം പെനാൽറ്റി ബോക്സിലേക്ക് പാഞ്ഞു കയറി വളരെ പെട്ടെന്ന് തന്നെ ഷോട്ട് എടുക്കാൻ പാകത്തിൽ പൊസിഷനിൽ നിൽക്കാനുള്ള നിസ്റ്റൽറൂയിയുടെ മിടുക്ക് പലതവണ ഫുട്ബോൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, പെട്ടെന്ന് പ്രതികരിക്കാനും ബുദ്ധിപൂർവമുള്ള ആക്രമണോത്സുക നീക്കങ്ങൾ നടത്താനുമുള്ള നിസ്റ്റൽറൂയിയുടെ വിരുദ്ധം സ്ട്രൈക്കർ എന്ന നിലയിലുള്ള അയാളുടെ വിജയത്തിൽ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. പെനാൽറ്റി ബോക്സിൽ ആവശ്യത്തിന് ഇടം കണ്ടെത്തുന്നതിലും എതിർ ഡിഫൻഡർമാരുടെ പന്തിലേക്കുള്ള നീക്കങ്ങൾ മുൻകൂട്ടി കാണാനുമുള്ള അപാരമായ കഴിവ് നിസ്റ്റൽറൂയിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. തന്നെ മാർക്ക് ചെയ്യുന്നവരെ ബുദ്ധിപൂർവം ഒഴിവാക്കി മുന്നോട്ട് കുതിച്ചും ഓഫ് സൈഡ് കെണികൾ മറികടന്നും അയാൾ ഗോളടിച്ചു. പെനാൽറ്റി ബോക്സിനകത്ത് കൃത്യം സമയത്ത് കൃത്യം സ്ഥലത്ത് എപ്പോഴും അയാളുണ്ടായിരിക്കും. സഹകളിക്കാരൻ്റെ പാസ് എങ്ങോട്ടാണോ വരുന്നത് അവിടെ തന്നെ നിസ്റ്റൽറൂയി കൃത്യമായും ഉണ്ടായിരിക്കും. ഈ സവിശേഷത കാരണം പലപ്പോഴും മാധ്യമങ്ങൾ അയാളെ ഒളിവേട്ടക്കാരൻ എന്ന് വിളിച്ചു. സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ അതിയായ വേഗതയും കായിക ശക്തിയും മികച്ച സാങ്കേതികത്വവും നിസ്റ്റൽറൂയിക്കുണ്ടായിരുന്നു. സഹകളിക്കാർക്ക് ഗോളടിക്കാൻ പാകത്തിലുള്ള പന്തുകൾ നൽകുന്നതിലും അയാൾ മികച്ചു നിന്നു. കരിയറിലുടനീളം നിസ്റ്റൽറൂയി മികച്ച അസിസ്റ്റുകൾ ഒരുക്കി. കളിയിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനുള്ള അയാളുടെ കഴിവായിരുന്നു ഇതിന് കാരണം. കൃത്യതയോടെ പെനാൽറ്റി കിക്കുകൾ എടുക്കുന്നതിലും അയാൾ വിദഗ്ധനായിരുന്നു. ഇതൊക്കെയാണെങ്കിലും പലപ്പോഴും അയാൾ കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടിയും വന്നു. കളിക്കളത്തിലെ സ്വാർത്ഥതയും പ്രകടനാത്മകതയും കപടനാട്യങ്ങളും കാരണം പലപ്പോഴും വിമർശനങ്ങൾ അയാൾ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. പരിശീലകരും സഹകളിക്കാരും ഫുട്ബോൾ പണ്ഡിതരും ഒരുപോലെ അയാളെ വിമർശിച്ചു. കുട്ടിക്കാലത്ത് ചില പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ശേഷം 1993 17-ാമത്തെ വയസ്സിലാണ് റൂഡ് വാൻ നിസ്റ്റൽറൂയി തൻ്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. ഡച്ച് ക്ലബ്ബായ ഡെൻ ബോഷിലായിരുന്നു അയാളുടെ തുടക്കം. അതുവരെ സെൻട്രൽ മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ടിരുന്ന നിസ്റ്റൽറൂയി അവിടെ വെച്ചാണ് ആദ്യമായി സെൻറ്റർ ഫോർവേഡായി കളിക്കുന്നത്. 1996-97 സീസണിൽ 31 കളികളിൽ നിന്ന് 12 ഗോൾ നേടിയ ശേഷം അയാൾ ഹീറൻവീൻ എന്ന ക്ലബിലേക്ക് കൂടുമാറുന്നു. ഒരു വർഷം അവിടെ കളിച്ച നിസ്റ്റൽറൂയി അവിടെയും 31 മത്സരങ്ങളിലാണ് ഇറങ്ങുന്നത്. 13 ഗോളാണ് ക്ലബിന് വേണ്ടി അയാൾ നേടിയത്. തുടർന്ന് അയാൾ PSV ഐന്തോവനിലെത്തി. ഇതിനിടെ 97-98 സീസണിൽ നിസ്റ്റൽറൂയി നെതർലൻഡ്സിൻ്റെ അണ്ടർ 21 ടീമിൽ കളിക്കുന്നുണ്ട്. ആ ടീമിൽ 4 മത്സരങ്ങൾ കളിച്ചതിന് ശേഷം 1998 അയാളെ നെതർലൻഡ്സ് സീനിയർ ടീമിലെടുക്കുന്നു. 1998 നവംബർ 18 ജർമ്മനിക്കെതിരായ സൗഹൃദ മത്സരത്തിലാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നെതർലൻഡ്സ് സീനിയർ ടീമിന് വേണ്ടി നിസ്റ്റൽറൂയി അരങ്ങേറ്റം കുറിക്കുന്നത്. എന്നാൽ പരിക്ക് കാരണം അയാൾക്ക് 2000-ലെ യൂറോ കപ്പ് കളിക്കാനായില്ല. 2002 ലോകകപ്പിലേക്ക് നെതർലൻഡ്സ് യോഗ്യത നേടാഞ്ഞതിനാൽ ആ അവസരവും നിസ്റ്റൽറൂയിക്ക് നഷ്ടമായി. 2003 യൂറോ കപ്പ് യോഗ്യതാ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ ഹാട്രിക് നേടിയ നിസ്റ്റൽറൂയി നെതർലൻഡ്സിന് യൂറോ കപ്പ് കളിക്കാനുള്ള യോഗ്യത ഉറപ്പാക്കി. 2004 പോർച്ചുഗലിൽ നടന്ന യൂറോ കപ്പിലെ 3 ലീഗ് മത്സരങ്ങളിലും നിസ്റ്റൽറൂയി ഗോളടിച്ചു. ജർമ്മനിക്കും ചെക്ക് റിപ്പബ്ലിക്കിനുമെതിരെ ഓരോ ഗോളും ലാത്വിയക്കെതിരായ മത്സരത്തിൽ 2 ഗോളുമാണ് നിസ്റ്റൽറൂയി നേടിയത്. 2006 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കിടെ നിസ്റ്റൽറൂയി ഉൾപ്പെട്ട ഒരു വിവാദം അരങ്ങേറി. അൻഡോറയ്ക്കെതിരായ മത്സരത്തിൽ ഗോൾ നേടിയ നിസ്റ്റൽറൂയി അൻഡോറയുടെ താരമായ അന്റോണി ലിമയുടെ മുന്നിൽ പോയി ആഹ്ലാദ പ്രകടനം നടത്തി.
ഇതിന് നിസ്റ്റൽ റൂയിക്ക് റഫറിയുടെ കയ്യിൽ നിന്ന് മഞ്ഞക്കാർഡ് ലഭിച്ചു. 6 മിനിറ്റ് മുമ്പ് നെതർലൻഡ്സിന് ലഭിച്ച പെനാൽറ്റി നിസ്റ്റൽ റൂയി പാഴാക്കിയപ്പോൾ അന്റോണി ലിമ ചിരിച്ചതിന് പകരമായിട്ടായിരുന്നു നിസ്റ്റൽ റൂയിയുടെ ഈ മോശം പെരുമാറ്റം അരങ്ങേറിയത്. 2006 ലോകകപ്പിൽ മാർക്കോ വാൻ ബാസ്റ്റൻ പരിശീലിപ്പിച്ച നെതർലൻഡ്സ് ടീമിൽ നിസ്റ്റൽ റൂയി ഇടം പിടിച്ചു. നെതർലൻഡ്സിന്റെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളിലും പകരക്കാരനായി ഇറങ്ങിയ അയാൾ ഐവറി കോസ്റ്റിനെതിരായ മത്സരത്തിൽ ഗോൾ അടിച്ചു. 2ാം റൗണ്ട് മത്സരത്തിൽ നിസ്റ്റൽ റൂയിയെ കോച്ച് വാൻ ബാസ്റ്റൻ കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്തി. ആ മത്സരത്തിൽ പോർച്ചുഗലിനോട് തോറ്റ നെതർലൻഡ്സ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. ആ വർഷം പിന്നീട് അയർലൻഡിനെതിരെയും പോർച്ചുഗലിനെതിരെയും നടന്ന സൗഹൃദ മത്സരങ്ങളിലും നിസ്റ്റൽ റൂയിയെ കളിപ്പിക്കാൻ വാൻ ബാസ്റ്റൻ കൂട്ടാക്കിയില്ല. പോർച്ചുഗലിനെതിരായ മത്സരത്തിൽ നിസ്റ്റൽ റൂയിക്ക് പകരം ഡിർക്ക് ക്വൈറ്റിനെയാണ് വാൻ ബാസ്റ്റൻ ടീമിൽ ഉൾപ്പെടുത്തിയത്. 2008 യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിലുണ്ടായിരുന്ന ക്ലാസ് യാൻ ഹണ്ടലാറിന് പരിക്കേറ്റപ്പോൾ ആ സ്ഥാനത്ത് ടീമിലേക്ക് വരാൻ വാൻ ബാസ്റ്റൻ നിസ്റ്റൽ റൂയിയോട് അഭ്യർത്ഥിച്ചപ്പോൾ അയാൾ അത് നിരസിച്ചു. കോച്ച് വാൻ ബാസ്റ്റനുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് 2007 ജനുവരി 23-ന് നിസ്റ്റൽ റൂയി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. തിരിച്ചുവരവിൽ ബൾഗേറിയക്കെതിരെ ഗോൾ നേടിയ നിസ്റ്റൽ റൂയി നെതർലൻഡ്സിന് ജയം സമ്മാനിച്ചു. അൽബേനിയക്കെതിരായ തൊട്ടടുത്ത മത്സരത്തിലും നിസ്റ്റൽ റൂയി ഗോൾ അടിച്ചു. നെതർലൻഡ്സ് ജയിക്കുകയും ചെയ്തു. 2008 യൂറോ കപ്പിൽ ഇറ്റലിക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ നിസ്റ്റൽ റൂയി ഗോളടിച്ചപ്പോൾ നെതർലൻഡ്സ് എതിരില്ലാത്ത 3 ഗോളിന് ജയിച്ചു. നെതർലൻഡ്സിന് ഏറെ നിർണായകമായിരുന്നു ആ ജയം. ക്വാർട്ടർ ഫൈനലിൽ റഷ്യക്കെതിരെ സമനില ഗോൾ നേടിയത് നിസ്റ്റൽ റൂയി ആയിരുന്നു. എന്നാൽ മത്സരം 1-നെതിരെ 3 ഗോളുകൾക്ക് നെതർലൻഡ്സ് തോറ്റു. തുടർന്ന് ആ ആഗസ്റ്റിൽ നിസ്റ്റൽ റൂയി വീണ്ടും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. എന്നാൽ 2010 ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കവേ താൻ വീണ്ടും ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെന്ന് നിസ്റ്റൽ റൂയി അറിയിച്ചു. എന്നാൽ നെതർലൻഡ്സിന്റെ പുതിയ കോച്ച് ബർട്ട് വാൻ മാർവിക് നിസ്റ്റൽ റൂയിയെ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാതെ പോയതോടെ തനിക്ക് വേറെ വഴിയില്ലെന്നും തൻ്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചെന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയേ നിവൃത്തിയുള്ളൂവെന്നും നിസ്റ്റൽ റൂയി പറഞ്ഞു. അന്ന് നെതർലൻഡ്സിന്റെ പ്രധാന സ്ട്രൈക്കറായിരുന്ന റോബി വാൻ പേഴ്സിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ദേശീയ ടീം കോച്ച് ബർട്ട് വാൻ മാർവിക് ടീമിൻ്റെ പ്രധാന സ്ട്രൈക്കറായി തിരിച്ചു വരാൻ നിസ്റ്റൽ റൂയിക്ക് ഒരു അവസരം കൂടി നൽകി. 2012 യൂറോ കപ്പിനുള്ള 2 യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിൽ നിസ്റ്റൽ റൂയിയെ ഉൾപ്പെടുത്തി. സാൻ മറീനോയ്ക്കും ഫിൻലൻഡിനും എതിരെയായിരുന്നു ഈ മത്സരങ്ങൾ. ഇതിൽ സാൻ മറീനോയ്ക്കെതിരായ മത്സരത്തിൽ നിസ്റ്റൽ റൂയി ഗോൾ നേടി. മത്സരം എതിരില്ലാത്ത 5 ഗോളിന് നെതർലൻഡ്സ് ജയിച്ചു. 2011 മാർച്ചിൽ നടന്ന ഹംഗറിക്കെതിരായ 2 യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിലേക്കും നിസ്റ്റൽ റൂയിയെ കോച്ച് വിളിച്ചു. 2 മത്സരത്തിലും പകരക്കാരനായി ഇറങ്ങിയ നിസ്റ്റൽ റൂയി 2ാമത്തെ മത്സരത്തിൽ ഗോളടിച്ചു. ദേശീയ ടീമിന് വേണ്ടിയുള്ള അയാളുടെ 35ാമത്തെ ഗോളായിരുന്നു അത്. ദേശീയ ടീമിന് വേണ്ടി 70 മത്സരങ്ങൾ കളിച്ച നിസ്റ്റൽ റൂയി 35 ഗോളാണ് നേടിയത്. അതായത് 2 മത്സരത്തിൽ 1 ഗോൾ എന്ന ശരാശരിയിൽ. ഈ ശരാശരി അന്താരാഷ്ട്ര ഫുട്ബോളിലെ മികച്ച കണക്കാണ്. ആരെയും അസൂയപ്പെടുത്തുന്നതാണ്. ക്ലബ് ഫുട്ബോളിൽ 2001-ൽ PSV ഐന്തോവൻ വിട്ട നിസ്റ്റൽ റൂയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തി. 19 മില്യൺ യൂറോ പ്രതിഫലത്തിലായിരുന്നു അന്ന് 5 വർഷത്തെ കരാറിൽ അയാൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ഒപ്പുവെച്ചത്. യുണൈറ്റഡിന് വേണ്ടിയുള്ള 5 സീസണുകളിൽ അയാൾ 219 മത്സരങ്ങളിൽ നിന്ന് 150 ഗോളാണ് അടിച്ചുകൂട്ടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം അയാൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, FA കപ്പ്, ഫുട്ബോൾ ലീഗ് കപ്പ്, FA കമ്മ്യൂണിറ്റി ഷീൽഡ് എന്നീ കിരീടങ്ങൾ നേടി. 2006 മുതൽ 2010 വരെ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിനൊപ്പമാണ് നിസ്റ്റൽ റൂയി കളിച്ചത്. 14 മില്യൺ യൂറോയ്ക്കായിരുന്നു റയൽ നിസ്റ്റൽ റൂയിയെ ടീമിലെത്തിച്ചത്. റയലിനൊപ്പം നിസ്റ്റൽ റൂയി 2 ലാലിഗ കിരീടങ്ങളും ഒരിക്കൽ സൂപ്പർ കോപ്പയും നേടി. റയൽ മാഡ്രിഡിന് വേണ്ടി 68 മത്സരങ്ങളിൽ നിന്ന് 46 ഗോളാണ് നിസ്റ്റൽ റൂയി സ്കോർ ചെയ്തത്. 2010 മുതൽ 11 വരെ ഹാംബർഗർ SV-യിലും 2011 മുതൽ 12 വരെ മലാഗ ക്ലബിലുമാണ് നിസ്റ്റൽ റൂയി കളിച്ചത്. ക്ലബ്ബ് തലത്തിൽ മൊത്തം 449 മത്സരങ്ങൾ കളിച്ച നിസ്റ്റൽ റൂയി 219 ഗോളാണ് അടിച്ചത്. എല്ലാ അർത്ഥത്തിലും അസാമാന്യ പ്രതിഭയുള്ള സ്ട്രൈക്കറായിരുന്നു നിസ്റ്റൽ റൂയി. തൻ്റെ പ്രതിഭയോട് കുറച്ചുകൂടി നീതി പുലർത്തിയിരുന്നെങ്കിൽ നിസ്റ്റൽ റൂയി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇതിലും കൂടുതൽ ഉയരങ്ങളിലെത്തിയേനെ.
എന്നാൽ പലപ്പോഴും അച്ചടക്കമില്ലായ്മ ഒരു തിരിച്ചടിയായി. എന്നിട്ടും ഇന്നും ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായാണ് അയാൾ കണക്കാക്കപ്പെടുന്നത് എന്നത് നിസ്റ്റൽറൂയിൽ എത്രത്തോളം പ്രതിഭയുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ആ തെളിവ് തന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ അയാളുടെ അടയാളവും.